എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ തായ്ലൻഡിലുള്ള ഒരു സാധാരണ ദിവസം എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. ഞാൻ എണീച്ചേ ഉള്ളൂ. കാരണം ഇവിടെ സോങ്ക്രാൻ ഫെസ്റ്റിവലിൻ്റെ ലീവാണ് മക്കൾക്കെല്ലാം. അപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിവിക്കൊന്നും നേരത്തെ സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എണീച്ച് വന്നപ്പോൾ തന്നെ നിച്ചുവിനുള്ള പാല് റെഡിയാക്കിയിട്ട് അവന് കൊണ്ടേ കൊടുക്കണം, അല്ലെങ്കിൽ ആൾ വയലൻ്റ് ആവും. അപ്പോൾ അത് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരുന്ന് കുടിച്ചോളും. ഇനി എനിക്ക് പോയിട്ട് ചായ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ മാക്സിമം ചായയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ പൂർണ്ണമായിട്ടും അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഏകദേശം ഒരു 1/4 ഗ്ലാസ് ചായയൊക്കെ കുടിക്കാറുണ്ട്. പിന്നെ നമ്മൾ ചായയിൽ ഷുഗർ അല്ല ആഡ് ചെയ്യുന്നത്, ശർക്കരയാണ്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷമൊക്കെ ആയിട്ട് നമ്മൾ ശർക്കര തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ചായയിൽ. നമുക്ക് ആ ഒരു ഡിഫറൻസ് ഒന്നും ഇപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് ചായ ഞാനും ഏട്ടും കുടിക്കും. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാലും മുട്ടയെല്ലാം ഞാൻ റെഡിയാക്കി. പിന്നെ നിച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റിന് നേന്ത്രപ്പഴം ജസ്റ്റ് നെയ്യിലൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഇതാ റെഡിയാക്കാൻ പോവാണ് കേട്ടോ. ബ്രെഡ് ടോസ്റ്റൊക്കെ നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് പാലും മുട്ടയും പിന്നെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഹണി ചേർക്കും കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും ചേർക്കാം. അത് നെയ്യിലോ അല്ലെങ്കിൽ ബട്ടറിലോ ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പപ്പായ ഉണ്ടായിരുന്നു, ഒരു പീസ് പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് എടുത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ ഓഫീസിലേക്ക് പോയി. ഇനി എനിക്ക് നിച്ചുവിനെ റെഡിയാക്കുകയാണ് ഞാൻ പ്ലേ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇന്ന് കുറച്ച് ലേറ്റായി ജിമ്മിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ വേഗം പോവുകയാണ് കേട്ടോ. ഞാൻ ജിമ്മിന് പോകുന്ന ടൈമിംഗ് ഇപ്പോൾ ഒരു 10 to 12 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടാവും. അപ്പോൾ കുടയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ജിമ്മിന് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട്, ഇവിടെ മെയിനായിട്ട് കുറേ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതുണ്ടാവും. അതുപോലെ തന്നെ സോസേജുകൾ അങ്ങനത്തെ. ഇവർ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം പുറത്തത്തെ ഫുഡാണ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ച് ടൈം ആയിക്കഴിഞ്ഞാൽ നിറയെ ഇതുപോലെ പെട്ടിക്കടകൾ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു മാർക്കറ്റാണ് കേട്ടോ. എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ ഫ്രൈഡേ മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. പക്ഷേ ചില ദിവസങ്ങളിൽ മാത്രം കുറച്ച് സ്റ്റാളുകൾ കൂടുതലുണ്ടാവും. ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര ചീപ്പാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും, എല്ലാ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. കിച്ചണിലോട്ട് വേണ്ടതാണെങ്കിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഡ്രസ്സ്, ചെടികൾ. ഈ ചെടികൾക്കൊക്കെ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. ഇത് മറ്റേ ചെറിയ ഓറഞ്ച് ഉണ്ടല്ലോ അതാണ്. അതുപോലെ മുല്ലപ്പൂ ഉണ്ടാവും, കറിവേപ്പിൻ്റെ ചെടി ഉണ്ടല്ലോ അത് ഉണ്ടാവും. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാറി മാറി കാണാറുണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ്. നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി വാങ്ങിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ചീപ്പായിട്ട് നമുക്കിവിടെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറേ ചെയിൻസ്, അതുപോലെ തന്നെ റിങ്സ്. ഇതിനൊക്കെ 3 എടുത്തു കഴിഞ്ഞാൽ ഇത്ര 120ക്ക് 3 കിട്ടും. അതായത് 120 ബാട്ടിന് കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ മോതിരങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ നാട്ടിൽ വാങ്ങിക്കുന്നത് പോലെ പെട്ടെന്ന് കളറ് പോവില്ല വെള്ളം തട്ടിയാലും. അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയാണ്, നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. അതുപോലെ നല്ല വെറൈറ്റി ഓഫ് ടോപ്സ് ഉണ്ടാവും. നമുക്ക് ക്രോപ്പ് ടോപ്പായിട്ടും അല്ലെങ്കിൽ ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്നതും എല്ലാം, ടീഷർട്ട്സ്, അങ്ങനെ എല്ലാ മോഡൽ ടോപ്പുകളും പിന്നെ സ്കേർട്ട്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ ഭയങ്കര ചീപ്പുമാണ്. അപ്പോൾ
നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വേണം, അത്യാവശ്യമാണ് സാധനങ്ങളെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാനിങ്ങനെ ഇടിച്ചക്ക കാണാറുണ്ട് കേട്ടോ, വാങ്ങിച്ചിട്ടില്ല, അപ്പോൾ ഒരു ദിവസം വാങ്ങിച്ചു നോക്കണം. അപ്പോൾ ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്തത് വാങ്ങിക്കാമെന്ന് വെച്ചു. ഇന്ന് ഡിന്നറിന് സാലഡിന് വേണ്ടിയിട്ടാണ്. ഞാൻ പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പഴുത്തിട്ടില്ല. അപ്പോൾ വീട്ടിലെത്തി ഫ്രഷായി ഇനി ലഞ്ച് പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ. ഇന്നലെ തന്നെ ഞാൻ മറ്റേ ചിക്കൻ ഉണ്ടല്ലോ, അത് ചിക്കൻ ടിക്ക ഉണ്ടാക്കുന്ന മസാല വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എയർ ഫ്രയറിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും, ഇത്രയും ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ചിക്കനും അതുപോലെ തന്നെ വെജീസും പിന്നെ യോഗേർട്ട് വെച്ചിട്ടുള്ള ഒരു യോഗേർട്ടും നമ്മുടെ 1000 ഐലൻഡ് ഉണ്ടല്ലോ അതും വെച്ചിട്ടുള്ള ജസ്റ്റ് ഒരു സാലഡ് ഡ്രസ്സിങ് ആണ് കേട്ടോ അത്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു കൂടെ ആ ചെറിയൊരു പുളിപ്പും എരിവും കൂടി എല്ലാം കൂടിയും വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നിച്ചുവിനെ ഞാൻ പ്ലേ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു, ആൾ പാലൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും ലഞ്ച് കഴിച്ചു. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തതിന് ശേഷം ഈവനിങ് എണീച്ചു, എല്ലാവരും എണീച്ചു കേട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം നിവിക്കുട്ടന് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമാണ്. ആക്ച്വലി ട്യൂസ്ഡേയും തേഴ്സ്ഡേയും നിവിക്കുട്ടന് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ നിച്ചുവിന് പാലും ബിസ്ക്കറ്റും എല്ലാം കൊടുത്ത് അവനെ സെറ്റാക്കിയിട്ട് അവളെ വെച്ച് കഴിഞ്ഞാൽ അവൻ വലിയ വാശി പിടിക്കില്ല. ഇതുപോലത്തെ ഇങ്ങനെ നമ്മുടെ ABCD ബിസ്ക്കറ്റ് ഉണ്ടല്ലോ നാട്ടിൽ കിട്ടുന്നത്, അതുപോലെ ഇവിടെ ഇങ്ങനെ മീനിൻ്റെയും സ്റ്റാറിൻ്റെയൊക്കെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാനും ഒരു കോഫി കുടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നിവിക്കുട്ടനെ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുപോകാനായിട്ട്. 5 o'clock to 6 o'clock ആണ് നിവിക്കുട്ടൻ്റെ ഡാൻസ് ക്ലാസ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി ഡാൻസ് ക്ലാസ്സിലോട്ട് പോവുകയാണേ. നിവിക്കുട്ടനെ ഡാൻസ് ക്ലാസ്സിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചെത്തി. ഇന്ന് ഡിന്നറിന് പൂരിയും ഭാജിയാണ്, അതായത് പൂരി മസാല. അപ്പോൾ പൂരി റെഡിയാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് നല്ല പൊങ്ങി വരുന്ന പൂരിയാണേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പൂരി ഉണ്ടാക്കാൻ, ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന പൂരി ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ചോദിച്ചാൽ മതി. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു. ബാജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ജസ്റ്റ് വീഡിയോയിൽ എടുത്തില്ല, കാരണം നോർമലായിട്ടുള്ള സംഭവമല്ലേ, അപ്പോൾ അതൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മുടെ പൂരി നല്ല പൊങ്ങി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിവിക്കുട്ടന് വിശക്കാൻ തുടങ്ങി കേട്ടോ, കാരണം പൂരിയൊക്കെ ആണെങ്കിൽ അവന് കുറച്ച് നേരത്തെ വിശക്കാൻ തുടങ്ങും. നിച്ചുവിന് ഒരു കുഞ്ഞി പൂരി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് അവൻ ബാക്കിൽ നിന്നുകൊണ്ട് കഴിക്കുന്നുണ്ട്. നിച്ചുവിനും നിവിക്കും പൂരി ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് മാത്രമല്ല ഏട്ടനും ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് ഇതല്ല, കാരണം ഞാൻ ഡയറ്റിലായതുകൊണ്ട് ഞാനിങ്ങനെ ഓയിലി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കഴിക്കാറില്ല. മാക്സിമം ഇപ്പോൾ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യാറ്. ചിലപ്പോൾ ഒരു കൊതി തോന്നിക്കഴിഞ്ഞാൽ ഒരു ഹാഫ് പീസൊക്കെ കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. ഏട്ടൻ വന്നിട്ടില്ല, ഇന്ന് ലേറ്റ് ആവും ഓഫീസിൽ നിന്ന് വരാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സാലഡ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രഷായി വന്നിരുന്നിട്ട് അത് കഴിക്കണം. ജസ്റ്റ് നമ്മുടെ ക്യുക്കുംബറും അതുപോലെ തന്നെ പൈനാപ്പിളും പിന്നെ ക്യാരറ്റും ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്, അതിൽ കുറച്ച് യോഗേർട്ട്, 1000 ഐലൻഡ്, കുറച്ച് സോൾട്ട്, വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ ആഡ് ചെയ്യുക കേട്ടോ. ഇത്രയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തതാണ്. നല്ല അടിപൊളി യമ്മി ആയിട്ടുള്ള സാലഡാണ് ഇത്. കുറച്ച് തണുപ്പിച്ച് കഴിച്ചാൽ ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ വന്നു. അപ്പോൾ ഏട്ടനുള്ള ചായ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ചായ റെഡിയാക്കി, ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ ഇതുപോലെ സംസാരിച്ചിരിക്കും. ഏട്ടൻ ഡിന്നർ കഴിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫാണ്, പക്ഷെ നമ്മളിത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ തായ്ലൻഡിലെ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ വീഡിയോസാണ് കാണാൻ ഇഷ്ടമുള്ളത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് 1 by 1 ആയിട്ട് ചെയ്യാം കേട്ടോ. ടാറ്റാ.